ശനിയാഴ്ച രാത്രി ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരത്തുനിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെയാണ് 7.6 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായത്. വലിയ കുലുക്കത്തിന് പിന്നാലെ തീരപ്രദേശങ്ങളിൽ ആശങ്ക പടർത്തിക്കൊണ്ട് മെഗാക്വക്ക് മുന്നറിയിപ്പ് ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഭൂകമ്പത്തിന് പിന്നാലെ 40 മുതൽ 50 സെന്റിമീറ്റർ ഉയരത്തിൽ സുനാമി തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുകയായിരുന്നു. ഈ ശക്തി രേഖപ്പെട്ടതോടെ ഭൂകമ്പ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 8 മുകളിൽ തീവ്രതയുള്ള വിനാശകരമായ മെഗാക്വക്ക് സാധ്യതയുള്ള സാഹചര്യമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. ജപ്പാന്റെ വടക്കു കിഴക്കൻ തീരത്ത് ഇതിനകം തന്നെ അടിയന്തര മുന്നറിയിപ്പുകളും തീരപ്രദേശങ്ങളിൽ ജനങ്ങളെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റുവാനുള്ള നിർദ്ദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കടലിന്റെ പെരുമാറ്റം മുതൽ ഭൂകമ്പാനന്തര അലയടികൾ വരെ നിരീക്ഷിക്കുവാൻ എല്ലാ സംവിധാനങ്ങളും ഹൈ അലേർട്ടിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഭൂകമ്പത്തിന് പിന്നാലെ 1 ലക്ഷത്തിനടുത്തുള്ള ആളുകളെയാണ് അധികൃതർ ഒഴിപ്പിച്ചത്. സുനാമി മുന്നറിയിപ്പുകൾ പിൻവലിച്ചുവെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയായ JMA ആണ് മെഗാക്വക്ക് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉടൻ ഒരു മെഗാക്വക്കിന് സാധ്യതയില്ലെങ്കിലും ജപ്പാൻ മേഖലയിൽ ഒരു ഭീമൻ മെഗാക്വക്ക് സംഭവിക്കുവാനുള്ള സാധ്യത മുൻപുള്ളതിനേക്കാൾ കൂടുതലെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിനിടെ ഇന്ന് പുലർച്ചെ 5.1 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പവും ജപ്പാനിൽ ഉണ്ടായതായി US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു. ഹോൻജോയിൽ നിന്ന് ഏകദേശം 122 കിലോമീറ്റർ തെക്ക് 35 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പമുണ്ടായത്. ഭൂകമ്പ മാപിനിയിൽ 8 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ശക്തിയേറിയ ഭൂചലനത്തെയാണ് മെഗാക്വക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം വിനാശകരമായ ഭൂകമ്പങ്ങൾ വിരളമായി മാത്രമേ സംഭവിക്കാറുള്ളൂ എങ്കിലും വലിയ സുനാമികൾക്ക് ഇത് കാരണമാകാറുമുണ്ട്. ജപ്പാനിലെ നാൻകായ് ട്രങ്ക് മെഗാക്വക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള മേഖലയായി വിലയിരുത്തപ്പെടുകയാണ്. മെഗാക്വക്കിനെ തുടർന്ന് ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിൽ വലിയ സമ്മർദ്ദം സംഭവിക്കുകയും ഇത് ശക്തിയേറിയ ഭൂകമ്പത്തിന് കാരണമാവുകയും ചെയ്യുന്നു. 1960 ചിലെ ഭൂകമ്പവും 1964 അലാസ്ക ഭൂകമ്പവും ഇത്തരം മെഗാക്വക്കുകൾക്ക് ഉദാഹരണമാണ്. 2011 മാർച്ചിൽ ജപ്പാനെ കുലുക്കിയ ഭൂകമ്പമടക്കം മുൻകാലങ്ങളിൽ നടന്ന പല ദുരന്തങ്ങളും ജാപ്പനീസ് എഴുത്തുകാരിയായ റയോ തത്സുഗി പ്രവചിച്ചിരുന്നു. ജൂലൈ 5 ജപ്പാനിൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് അവർ നൽകിയെങ്കിലും അന്നത് സംഭവിച്ചില്ലെങ്കിലും പിന്നീട് ജപ്പാനിൽ വലിയ സുനാമി തിരകളാണ് എത്തിയത്. റഷ്യയിലെ കംചട്ക ഉപദ്വീപിൽ 8.8 തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിലും ജപ്പാനിലും ഹവായ് ദ്വീപിലും യുഎസിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലും സുനാമി തിരകൾ എത്തുകയായിരുന്നു. ജൂണിൽ പതിവിലും അധികം ഭൂകമ്പങ്ങളായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. 1000-ലധികം ഭൂകമ്പങ്ങളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. ജൂൺ 23-ന് 183 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തട്സുഗിയുടെ പ്രവചനം ഫലിക്കാൻ പോവുകയാണെന്ന തരത്തിൽ ജനങ്ങളിൽ ഭീതി പടർന്നു. ചെറുചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന്റെയും സുനാമികളുടെയും സൂചനയാണെന്നും ജനം ഭയന്നു. ജപ്പാനിലേക്കുള്ള യാത്രകളടക്കം വേണ്ടെന്ന് വെച്ചവർ ധാരാളമുണ്ടായി. ഇതോടെ ജപ്പാൻ ടൂറിസം മേഖലയും തകർന്നു. തട്സുഗിയുടെ പ്രവചനത്തോടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരുന്നു ജപ്പാൻ ഉണ്ടായത്. ഭൂകമ്പം മുൻകൂട്ടി അറിയുവാനുള്ള നെർവസ് എന്ന പുതിയൊരു സംവിധാനം കഴിഞ്ഞ ജൂണിൽ ജപ്പാനിൽ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ജപ്പാനിൽ 2011 ഉണ്ടായ വൻ ഭൂകമ്പവും സുനാമിയും രാജ്യത്തെ തകർത്തിരുന്നു. അന്ന് മുന്നറിയിപ്പ് ലഭിക്കുവാൻ വൈകിയതിനാൽ കനത്ത നാശമാണ് ഉണ്ടായത്. ഏകദേശം 20,000 പേരാണ് മരിച്ചത്. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ ഫുക്കുഷിമ ആണവ നിലയത്തിനും കേടുപാടുകൾ പറ്റി. അന്ന് 10 മിനിറ്റ് മാത്രമായിരുന്നു ആളുകളെ ഒഴിപ്പിക്കുവാൻ സമയം കിട്ടിയത്. അത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. പുതിയ സംവിധാനം വഴി ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് ലഭിക്കും. ഭൂകമ്പത്തിന് 20 സെക്കൻഡ് മുൻപും സുനാമിക്ക് 20 മിനിറ്റ് മുൻപും ഈ ഒരു സംവിധാനം വഴി മുന്നറിയിപ്പ് ലഭിക്കും. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ ഇടയ്ക്കിടെ ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ജൂലൈ 5-ന് പുലർച്ചെ 4:15 വിനാശകരമായ സുനാമി വരുമെന്നും കരുതുന്നതിലും വലിയ നാശനഷ്ടങ്ങൾ സുനാമിയിൽ സംഭവിക്കുമെന്നുമായിരുന്നു മാങ്ക ആർട്ടിസ്റ്റ് റയോ തത്സുഗി പ്രവചിച്ചിരുന്നത്. സ്വപ്നത്തിൽ തനിക്കുണ്ടായ അപകട മുന്നറിയിപ്പായിരുന്നു അവർ പങ്കുവച്ചത്. പ്രവചനങ്ങൾ മുൻപും കൃത്യമായി ഫലിച്ചതോടെ ജനം ഭയപ്പാടിലാവുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതാ മേഖലകളിൽ ഒന്നാണ് ഈ ജപ്പാൻ. വളരെ കാലമായി ജപ്പാൻ ഭയപ്പെട്ടിരുന്ന വിനാശകരമായ ഒരു മെഗാ ഭൂചലനത്തിന്റെ മുന്നറിയിപ്പ് ജാപ്പനീസ് സർക്കാർ നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ്.
വിനാശകരമായ സുനാമികൾ സൃഷ്ടിക്കുവാനും 3 ലക്ഷം പേരുടെ ജീവൻ അപഹരിക്കുവാനും പോന്ന സംഹാരശേഷിയായിരിക്കും ഈ ഭൂചലനത്തിന് എന്നാണ് ജാപ്പനീസ് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. 2000 പേർ കൊല്ലപ്പെടുകയും 3400 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മ്യാൻമറിലെ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയായിരുന്നു ജപ്പാനിൽ നിന്നുള്ള ഈ റിപ്പോർട്ട്. ജപ്പാന്റെ പസഫിക് തീരത്തെ നൻകായ് ട്രഫിൽ വിനാശകരമായ ഒരു ഭൂചലനം കാലങ്ങളായി ജപ്പാൻ പ്രതീക്ഷിക്കുന്നതും ഭയപ്പെടുന്നതുമാണ്. ശരാശരി 100 മുതൽ 150 വർഷത്തിലൊരിക്കൽ ഈ പ്രദേശത്ത് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് മുൻകാലങ്ങളിൽ നിന്നുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട്. ശക്തമായ ഭൂകമ്പത്തിനും സുനാമിക്കും സാധ്യതയുള്ളതും 8 അല്ലെങ്കിൽ 9 തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുമായ പ്രദേശമാണിത്. റിക്ടർ സ്കെയിലിൽ 9 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദുരന്തമുണ്ടായാൽ 1.23 ദശലക്ഷം പേർ, മൊത്തം ജനസംഖ്യയുടെ 1% കുടിയൊഴിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ശൈത്യകാലത്ത് രാത്രി വൈകി ഭൂകമ്പമുണ്ടായാൽ ദുരന്തം പ്രതീക്ഷിച്ചതിലും വലുതാണ്. കെട്ടിടങ്ങൾ തകരും, സുനാമി ഉണ്ടാകും, ഏകദേശം 3 ലക്ഷത്തിനടുത്ത് ഉള്ളവർ മരിക്കും എന്നാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെയും ഇത് തകർക്കും. $1.81 ട്രില്യൺ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് സർക്കാർ റിപ്പോർട്ട്. 2013 ജാപ്പനീസ് സർക്കാരിന്റെ ദുരന്ത നിവാരണ സംഘത്തിന്റെ മുന്നറിയിപ്പിൽ നാൻകായ് ട്രഫിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ 10 മീറ്ററിൽ ഉയർന്ന തരത്തിൽ സുനാമിക്ക് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. ഇത് ജപ്പാന്റെ പസഫിക് തീരത്ത് ആഞ്ഞടിക്കും, 3 ലക്ഷത്തിലധികം പേരുടെ ജീവൻ അപഹരിക്കുകയും 2 ദശലക്ഷത്തിലധികം കെട്ടിടങ്ങളുടെ നാശത്തിനും 220 ട്രില്യൺ yen വരെ നഷ്ടത്തിനും കാരണമായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഏകദേശം 900 കിലോമീറ്റർ നീളമുള്ള ഒരു അണ്ടർ വാട്ടർ സബ്ഡക്ഷൻ സോണാണ് നൻകായ് ട്രഫ്. ഇതിന് താഴെ യുറേഷ്യൻ ഫലകം ഫിലിപ്പൈൻ കടൽ ഫലകവുമായി കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടി ഫിലിപ്പൈൻ കടൽ ഫലകത്തെ യുറേഷ്യൻ പ്ലേറ്റിനടിയിലേക്കും ഭൂമിയുടെ ആവരണത്തിലേക്കും തള്ളിവിടുന്നു. സബ്ഡക്ഷൻ സോണിലേക്കുള്ള ഫോൾട്ടുകളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നു. ലോക്ക് ചെയ്ത ഫോൾട്ട് തെന്നി മാറുമ്പോഴാണ് വിനാശകരമായ മെഗാ ഭൂചലനം സംഭവിക്കുന്നത്. സാധാരണയായി ജോഡികളായാണ് നൻകായ് ട്രഫിലെ ഭൂചലനങ്ങൾ സംഭവിക്കാറുള്ളത്. ആദ്യ ഭൂചലനം ഉണ്ടായാൽ രണ്ടാമത്തേത് 2 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നു. രണ്ടാമത്തെ ഭൂചലന സാധ്യത 100 മുതൽ 3600 മടങ്ങ് വരെ വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ. 1944-ലും 1946-ലും ഇത്തരത്തിൽ ഇരട്ട ഭൂകമ്പങ്ങൾ ഉണ്ടായി. 2022-ൽ ജപ്പാനിലെ ഭൂകമ്പ ഗവേഷക സമിതി അടുത്ത 30 വർഷത്തിനുള്ളിൽ ഒരു മെഗാ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത 70 മുതൽ 80% വരെയെന്നാണ് പ്രവചിച്ചത്. 2024 ഓഗസ്റ്റ് 8-ന് ദക്ഷിണ ജപ്പാനിൽ 7.1 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെയാണ് രാജ്യത്തെ മെഗാ ഭൂചലനത്തിലുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നത്. 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്നാണ് അന്ന് പ്രവചിക്കപ്പെട്ടത്. 2011-ൽ 9.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാനിൽ വിനാശകരമായ സുനാമിക്ക് കാരണമാവുകയായിരുന്നു. ഫലമായി ഫുകുഷിമ ആണവ നിലയത്തിലെ ട്രിപ്പിൾ റിയാക്ടർ ഉരുകി 15,000-ലധികം ആളുകളാണെന്ന് കൊല്ലപ്പെട്ടത്. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് ഓർക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യതാ പ്രദേശം. ലോകമെമ്പാടും സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുടെ 18%-ലധികവും ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലുമാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീസ്മോളജി ആൻഡ് എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗിലെ സീസ്മോളജിസ്റ്റ് സെയ്ക കിറ്റ പറയുന്നുണ്ട്. ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം 1500 ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ടത്രേ. കൂടാതെ ഓരോ 5 മിനിറ്റിലും രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഭൗമചലനങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട്. കൂടാതെ 400-ലധികം സജീവ അഗ്നിപർവ്വതങ്ങളുള്ള പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കപ്പെടുന്ന മേഖലയും ജപ്പാനിലൂടെ കടന്നുപോകുന്നു. ഭൂകമ്പം ലോകത്ത് എവിടെയും എപ്പോഴും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനുള്ള സാങ്കേതികവിദ്യ ഇന്നും ലഭ്യമല്ല. എങ്കിലും ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന അപകട സാധ്യതയുള്ള സമയം തിരിച്ചറിഞ്ഞ മുന്നറിയിപ്പുകൾ നൽകുവാനുള്ള സാങ്കേതിക വിദ്യകൾ ജപ്പാനിലടക്കം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഓരോ പുതിയ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുവാനും തയ്യാറായിരിക്കുവാനും ഭൂകമ്പമുണ്ടായാൽ ഉടൻ ഒഴിഞ്ഞുമാറുവാൻ തയ്യാറാകാനുമാണ് ജാപ്പനീസ് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.